ആദ്യം നമ്മൾ ഇഹ്റാം കെട്ടി തവാഫുൽ ഖുദൂമും സഅയും കഴിഞ്ഞ് നമ്മുടെ ഹജ്ജ് ആരംഭിക്കുകയാണ്. ദുൽഹജ്ജ് 8-ന് നമ്മൾ മിനയിലേക്ക് പോവുകയാണ്. അന്ന് മഗ്‌രിബും ഇശാക്ക് അവിടെ നിസ്കരിച്ച് അന്ന് രാത്രി അവിടെ നമ്മൾ ചെലവഴിക്കും. അന്ന് യൗമു തർവിയ എന്നാണ് പറയല്. അന്ന് മിനയിൽ താമസിച്ച നമ്മൾ ദുൽഹജ്ജ് 9-ന്റെ അന്ന് രാവിലെ അറഫയെ ലക്ഷ്യമാക്കിയിട്ട് സഞ്ചരിക്കും. ഈ സമയം ളുഹൂറും അസറും നമ്മൾ അറഫയിൽ നിസ്കരിക്കും. ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ആയിട്ട് നമ്മൾ ആ സമയം ചെലവഴിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും മികച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അറഫാന്റെ ദിനത്തിന്റെ പ്രാർത്ഥനയാണ്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സൂര്യാസ്തമയം കയ്യിലോടുകൂടെ നമ്മൾ നേരെ മുസ്ദലിഫയിലേക്ക് വിടും. ഓക്കെ, മുസ്ദലിഫയിൽ പോയിട്ട് അന്ന് അവിടെ മഗ്‌രിബും ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അന്ന് ദുൽഹജ്ജ് 9-ന് അന്ന് അവിടെ നമ്മൾ താമസിക്കുകയാണ്. പിറ്റേന്ന് ദുൽഹിജ്ജ് 10-ന്, അതായത് പെരുന്നാളിന്റെ ദിവസം നമ്മൾ മിനയിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ജംറത്തുൽ അഖബയിലേക്ക് കല്ലെറിയാണ്. അതേപോലെ നമ്മുടെ മുടിയൊക്കെ നമ്മൾ ഷേവ് ചെയ്യാണ്, അല്ലെങ്കിൽ കുറച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ അങ്ങനെ ബലിയിറക്കുന്നു. അതിനുശേഷം ജംറത്തുൽ അഖബയിൽ നിന്ന് നേരെ ഹറമിലേക്ക് നമ്മൾ പോവുകയാണ്. പോയിട്ട് ഹറമിൽ നമ്മൾ തവാഫുൽ ഇഫാദത്ത് കൂടി ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മിനയിലേക്ക് തന്നെ മടങ്ങിപ്പോയി അവിടെ നമ്മൾ രാപ്പാർക്കാണ്. ദുൽഹിജ്ജ് 11, 12 എന്നീ രാത്രികൾ, അല്ലെങ്കിൽ 11, 12, 13 എന്നീ 3 രാത്രികളിലും എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചെറുതും വലുതുമായ 3 ജംറയിലേക്കും 21 വീതം കല്ലെറുകയാണ്. തുടർന്ന് നമ്മൾ നേരെ ഹറമിലേക്ക് പോകുന്നു, വിദാഇന്റെ തവാഫ് ചെയ്യുന്നു. അതോടുകൂടെ നമ്മുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായിരിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന ഹാജിമാര് അവരുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങുന്നു.